എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഇന്നത്തെ ഡിന്നർ എന്താണെന്ന് വെച്ചാൽ മോമോസ് ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മുടെ ലെമണിനകത്ത് സ്ട്രോബെറിയും മിന്റും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതിനാവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കുന്നത് 1.5 കപ്പ് മൈദാമാവാണ്. പിന്നെ നമ്മുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒരു നുള്ളു ഒറിഗാനോയും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് ഈ ഒറിഗാനോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും വാങ്ങാൻ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ ഈ ഒറിഗാനോ ഇരുന്നത് കൊണ്ടാണ് ഞാൻ ഒരു നുള്ളു ചേർത്തത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്ന സമയത്തിന് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മയത്തിന് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് പരത്തി ഇങ്ങനെ എടുക്കണം. കുരുമുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം നമ്മൾ 1/2 മണിക്കൂർ. ബോൺലെസ് ചിക്കനാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. അതേപോലെ ഇത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചിക്കൻ വറുത്ത് മാറ്റിയ ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. സവാളയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇച്ചിരി മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ആ ചിക്കൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും കൂടെ നമ്മുടെ ഈ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ മോമോസ് ഷീറ്റിലേക്ക് നമുക്ക് നന്നായിട്ട് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ സോസേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ശരിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇതിനകത്ത് വെച്ച് ഈ മോമോസ് ഷീറ്റ് നല്ല രീതിയിലൊന്ന് നമ്മളെ ഞൊറിയെടുക്കുന്ന കണക്ക് ഞൊറിഞ്ഞ് ഇത് സെറ്റാക്കി വെക്കാം. മോമോസ് എല്ലാം ശരിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. സ്റ്റീമർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് അത് നന്നായിട്ട് പുഴുങ്ങിയെടുത്താലും മതി കേട്ടോ. 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ഇത് വേവാനുള്ള സമയം കേട്ടോ. അപ്പം നമ്മുടെ മോമോസ് അടുപ്പിലോട്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം. ഇത് നല്ല ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അതേപോലെ തന്നെ ഇതിന് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ ഈ 2 മാവും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ, തനിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ, ഇന്നും കിളിമകൾ വന്നില്ലേ. അപ്പൊ ഇവര് ഇത് കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടല്ലേ. സൂപ്പറാണോ? സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമ്മുടെ ചാനലിൽ ആരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.